ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. വില്ലാളി വീരനായ മാണിപ്പറമ്പൻ വീണുപോയല്ലോ. ഈ വീഡിയോയിൽ ഒരല്പം ആത്മപ്രശംസയുണ്ട്. പക്ഷെ അത് ശരിയായ സെൻസിൽ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ മനസ്സിലാകും ഇത് ആത്മപ്രശംസയല്ല. ഇപ്പോൾ തോറ്റുപോയെന്ന് വിചാരിക്കുന്ന സഭാവിശ്വാസികൾക്ക് ഒരു ആശ്വാസമാണ്. അതുകൊണ്ട് എൻ്റെ ഒരു സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. എന്നെക്കുറിച്ച് പറയുന്നത് കൊണ്ട് നിങ്ങൾ അത് കേൾക്കാതെ പോകരുത്. ഇതിനകത്ത് സത്യമുണ്ട്. എനിക്കൊരു സുഹൃത്തുണ്ട്, ഒരു വക്കീലാണ്, മാർത്തോമ സഭയിൽപ്പെട്ട ഒരു വക്കീൽ. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഈ സീറോ സഭയിൽ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അദ്ദേഹം വിളിക്കും. ഇന്നലെയും അദ്ദേഹത്തിൻ്റെ സഭയിൽപ്പെട്ട സഭയുടെ പാരമ്പര്യത്തെക്കുറിച്ച്, ലിറ്റർജിയെക്കുറിച്ച്, സഭാ കാര്യങ്ങളെക്കുറിച്ച്, മറ്റ് സഭകളെക്കുറിച്ചൊക്കെ നല്ല അറിവുള്ള ഒരു വക്കീലാണ് അദ്ദേഹം. സീറോ മലബാർ സഭയുടെ പാരമ്പര്യങ്ങളെക്കുറിച്ചും, മാർത്തോമ സഭയിലെ പാരമ്പര്യങ്ങളെക്കുറിച്ചും, യാക്കോബായ, KP യോഹന്നാൻ്റെയോ ഓർത്തഡോക്സ് സഭയുടെയോ എല്ലാ സഭകളെക്കുറിച്ചും നല്ല അറിവുള്ള ഒരു വക്കീലാണ്. അപ്പോൾ അദ്ദേഹം മിനിഞ്ഞാന്ന് വിളിച്ചിരുന്നു, എനിക്ക് ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ വീണ്ടും വിളിച്ചു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹവുമായിട്ടുള്ള സംസാരത്തിലുണ്ടായി അദ്ദേഹം പറഞ്ഞൊരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ആ അനുഭവം ഞാനുമായിട്ട് കുറച്ച് ബന്ധപ്പെട്ടതാണ്. എൻ്റെ വീഡിയോസ് സ്ഥിരമായി കാണുന്ന ഒരാളാണ് മാർത്തോമ സഭയിൽപ്പെട്ട ഈ വക്കീൽ. അപ്പോൾ എൻ്റെ വീഡിയോസ് ആണെങ്കിൽ പലതും ഇച്ചിരി ദീർഘമാണ് താനും. അങ്ങനെ ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും. എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളിൽ ഒരാൾ ഡോക്ടറാണ്. അപ്പോൾ ഈ ഡോക്ടറെ ഇടയ്ക്ക് കളിയാക്കും, അപ്പനെ കളിയാക്കും, വക്കീലിനെ കളിയാക്കും. ഈ മാണിപ്പറമ്പിലച്ചൻ അല്ലേ, മാണിപ്പറമ്പിലച്ചൻ ഇങ്ങനെ തോറ്റു തുന്നം പാടി നിൽക്കുകയാണല്ലോ, തോറ്റു തൊപ്പിയിട്ട് നിൽക്കുകയാണല്ലോ എന്നൊക്കെ ഡോക്ടർ മകൻ ഇടയ്ക്ക് ഈ അപ്പനെ വക്കീലിനെ കളിയാക്കും. അങ്ങനെ ഇന്നലെ കളിയാക്കിയ സമയത്ത് ഈ അപ്പൻ ചോദിച്ചു, നിനക്ക് പോകാൻ ധൃതിയുണ്ടോ എന്ന് ചോദിച്ചു. നിനക്ക് പോകാൻ ധൃതിയുണ്ടോ? അപ്പോൾ മോൻ പറഞ്ഞു, അത് വേണമെങ്കിൽ ഇച്ചിരി മാറ്റി വയ്ക്കാം, എനിക്കൊരു അരമണിക്കൂർ. എങ്കിൽ എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്. അതായത് ഈ മാണിപ്പറമ്പച്ചൻ ഇങ്ങനെ തോറ്റു തൊപ്പിട്ട് നിൽക്കുകയാണല്ലോ എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ വക്കീൽ മകനോട് പറഞ്ഞതാണ്, നിനക്ക് പോകാൻ ധൃതിയില്ലെങ്കിൽ എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്. അപ്പം മകൻ ഫോൺ എടുത്തിട്ട് എവിടേക്കോ, ആശുപത്രിക്കാണോ ഓഫീസാണോ എവിടേക്കാണ് വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു അരമണിക്കൂർ വൈകിയേ വരൂ. എന്നിട്ട് അദ്ദേഹം ഈ വക്കീൽ അപ്പൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഈ അപ്പൻ മകൻ ഡോക്ടറോട് ചോദിച്ചു, ഈ സഭയും മറ്റ് സംഘടനകളും തമ്മിലുള്ള അന്തരം എന്താണ് നിനക്കറിയോ? സഭയും മറ്റ് സംഘടനകൾ അത് തമ്മിലുള്ള അന്തരം എന്താണ്? അപ്പോൾ ഈ മകനും നല്ല വിവരമുള്ള ആളാണ്. അപ്പോൾ മകൻ പറഞ്ഞു, അത് പരിശുദ്ധ കുർബാനയല്ലേ? അപ്പനോട് ചോദിച്ചു. അതെ, പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാനയില്ലെങ്കിൽ സഭയില്ല. അപ്പം പറഞ്ഞു, പരിശുദ്ധ കുർബാനയില്ലെങ്കിൽ സഭയില്ല. ഈ പരിശുദ്ധ കുർബാനയും മറ്റു കൂദാശകളുമാണ് സഭയെ ഒരു ആത്മീയ പ്രസ്ഥാനമാക്കുന്നത്. ഈ പരിശുദ്ധ കുർബാന ഇല്ലെങ്കിൽ, കൂദാശകളില്ലെങ്കിൽ സഭ വെറും ഒരു NGO, ഒരു സാമൂഹ്യ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന വെറും ഒരു പ്രസ്ഥാനം, ഒരു സംഘടനയായിട്ട് മാറും. ഒരു ഭൗതിക സംഘടന, അല്ലെങ്കിൽ ഒരു മത ക്ലബ്ബ്. ഒരു കൂദാശകളില്ലെങ്കിൽ, പരിശുദ്ധ കുർബാന ഇല്ലെങ്കിൽ സഭയല്ല. ഒരു മത ക്ലബ്ബോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ സംഘടനയോ മാത്രമായിട്ട് അധപതിക്കും. അപ്പോൾ പരിശുദ്ധ കുർബാനയാണ് സഭയെ സഭയാക്കുന്നത്. അത് മകനും ബോധ്യമായി. ആ പരിശുദ്ധ കുർബാനയെ ഇത്രമാത്രം പരസ്യമായി അവഹേളിച്ചിട്ട് 33 വൈദികര് 18 മണിക്കൂർ ആഭിചാര കുർബാന ചെയ്തു. ഒരു വൈദികൻ, 82 വയസ്സുള്ള ഒരു വൈദികൻ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ചവിട്ടിക്കൂട്ടി. ലോകത്തിൽ എവിടെ സംഭവിച്ചാലും അത് ചെയ്തവർക്കെതിരെ നടപടിയെടുക്കും തിരുമേനിമാര്. ഇങ്ങനെ അതുപോലെ മറ്റൊരു പള്ളിയിൽ ഈ സ്ത്രീകൾ മധുബഹയിൽ കയറി ബലിപീഠത്തിന് ചുറ്റും ഇരുന്ന് കാപ്പി കുടിക്കുക, ചായ കുടിക്കുക, ബിസ്ക്കറ്റ് കഴിക്കുക, ബ്ലേഡ് കൊണ്ടുവന്ന്, കത്തി കൊണ്ടുവന്ന് ആളുകൾ കീറുക. ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ ഏത് സഭയിലാകട്ടെ, തിരുമേനിമാരെന്ന് അവർ പറയുന്നത് മെത്രാന്മാർ നടപടി എടുക്കണ്ടേ? നിനക്കെന്ത് തോന്നുന്നു? ഈ ഡോക്ടർ മകൻ പറഞ്ഞതാണ്, ഒരു ഹിന്ദു ഈ വീഡിയോ കണ്ടിട്ട്, തോട്ടുപുറച്ചമനെ ബലിപീഠത്തിൽ കൊണ്ടുപോകുന്ന ഇത് കണ്ടിട്ട് ആ ഹിന്ദു ചോദിച്ചതാണ്, അത് ചെയ്തവനെ, അതായത് തോട്ടുപുറം അച്ഛനെ ഉന്തിത്തള്ളി കഴുത്തിന് പിടിച്ച് കൊണ്ടുപോകുന്ന അവനെ തിരിച്ചടി കൊടുക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ലെന്ന് ചോദിച്ചത് ഒരു ഹിന്ദു. ഒരു ദിവ്യമായ കർമ്മം നടക്കുന്ന സമയത്ത് എത്ര വലിയ തെറ്റ് ചെയ്താലും
അദ്ദേഹത്തെ അവിടുന്ന് ചവിട്ടിക്കൂട്ടി കൊണ്ടുപോകുമ്പോൾ അവിടെ അവനെ അടിക്കാൻ, ഈ അച്ഛൻ ആക്രമിച്ചൻ അടിക്കാൻ ഒരാൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് ചോദിച്ചത്. ഒരു ഹിന്ദു, അവന് കുർബാനയിൽ വിശ്വാസമൊന്നുമില്ല. പക്ഷെ ഒരു ദിവ്യ കർമ്മം നടക്കുമ്പോൾ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട്, അതായത് പരിശുദ്ധ കുർബാന ഇല്ലെങ്കിൽ സഭയില്ല, ആ പരിശുദ്ധ കുർബാനയെ അവഹേളിച്ചിട്ട് തിരുമേനിമാർ ഇതുവരെ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? ഇല്ല, നടപടി എടുത്തിട്ടില്ല. മാണിപ്പറമ്പിലച്ചൻ എന്താ ചെയ്യുന്നത്? നടപടി എടുക്കണം. നടപടി എടുത്താലേ നീതിയാകൂ, നടപടി എടുത്താലേ ന്യായമാകൂ, നടപടി എടുത്താലേ സത്യമാകൂ, നടപടി എടുത്താലേ ദൈവസ്നേഹമാകൂ. ഇതല്ലേ മാണിപ്പറമ്പിലച്ചൻ പറയണേ? അതെ. അപ്പൊ ആരെ ശരിക്കും ജയിച്ചു നിൽക്കണേ? അപ്പൻ മകനോട് ചോദിക്കുക, വക്കീലായ അപ്പൻ ഡോക്ടറായ മകനോട് ചോദിക്കുകയാണ്, തിരുമേനിമാര് ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല പരിശുദ്ധ കുർബാനയെ അവഹേളിച്ചവർക്കെതിരെ. ആ അവഹേളിച്ചവർക്കെതിരെ നടപടി എടുക്കണമെന്ന് സത്യസന്ധമായി, ധീരമായി, പരസ്യമായി ഈ മെത്രാന്മാരോട് പറയുകയാണ് മാണിപ്പറമ്പിലച്ചൻ. അപ്പൊ നീ പറയൂ, ആരാണ് ശരിക്കും ജയിച്ചു നിൽക്കുന്നത്? തിരുമേനിമാരാണോ മാണിപ്പറമ്പിലച്ചനാണോ? അപ്പന്റെ മുമ്പിൽ തോറ്റുപോയ മകൻ പക്ഷെ ആ തോൽവി സന്തോഷത്തോടെ സ്വീകരിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, അപ്പനാണ് ശരി. അപ്പൻ പറഞ്ഞതാണ് ശരി. പരിശുദ്ധ കുർബാനയെ അവഹേളിച്ചിട്ട് ആ അവഹേളിച്ചവർക്കെതിരെ ഒരു നടപടിയും എടുക്കാത്ത തിരുമേനിമാര് അവർ പാടെ പരാജയപ്പെട്ട് നിൽക്കുകയാണ്. അവരാണ് തോറ്റ് തൊപ്പിയിട്ട് നിൽക്കണേ. തോറ്റ് തൊപ്പിയിട്ട് നിൽക്കുന്നത് മെത്രാന്മാരാണ്, തിരുമേനിമാരാണ്. നടപടിയെടുക്കാത്ത തിരുമേനിമാര്. വിജയിച്ച് നിൽക്കുന്നത് സത്യത്തിനും നീതിക്കും ന്യായത്തിനും വേണ്ടി നിലകൊള്ളുന്ന മാണിപ്പറമ്പിലച്ചനാണ്. അതുകൊണ്ട് ഈ മെത്രാൻ സിനഡ് അല്ല ജയിച്ചു നിൽക്കുന്നത്, വിമത വൈദികരല്ല ജയിച്ചു നിൽക്കുന്നത്, മുന്നേറ്റക്കാരല്ല ജയിച്ചു നിൽക്കുന്നത്, മാണിപ്പറമ്പിലച്ചനാണ്. മാണിപ്പറമ്പിലച്ചന്റെ കൂടെയുള്ളവരാണ്. ഇപ്പൊ നിനക്ക് മനസ്സിലായോ? വക്കീല് ഡോക്ടറോട് ചോദിച്ചു, നിനക്ക് മനസ്സിലായോ? നീ എന്നെ പറയാറുണ്ടല്ലോ, മാണിപ്പറമ്പിലച്ചൻ വീരപുരുഷനാണ്, അച്ഛൻ്റെ ഒരു ഫാനാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഞാൻ അച്ഛൻ്റെ ഫാൻ എന്ന് നിനക്ക് മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഞാൻ അച്ഛനെ ബഹുമാനിക്കുന്നതെന്നും അച്ഛൻ്റെ വീഡിയോ കാണുന്നതെന്നും നിനക്ക് മനസ്സിലായോ? അതിൻ്റെ കൂട്ടത്തിൽ ഈ അപ്പൻ ഒരു കാര്യം കൂടി പറഞ്ഞു. സീറോ മലബാർ സഭയിൽ ബഹുഭൂരിപക്ഷത്തിനും ലിറ്റർജി അറിയില്ലായിരുന്നു, സഭാചരിത്രം അറിയില്ല, ഇപ്പോഴും അറിയില്ല. കുറച്ചെങ്കിലും അറിയാൻ തുടങ്ങിയത് ഈ മാണിപ്പറമ്പിലച്ചൻ്റെ വീഡിയോ അവർ കണ്ടപ്പോഴാണ്. 50 കൊല്ലം കൊണ്ട് എറണാകുളത്ത് ഇത് പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ മാണിപ്പറമ്പിലച്ചൻ ചെയ്തത്. അത് ചെറിയ കാര്യമാണോ? ജനങ്ങൾ ബോധവാന്മാരായില്ലേ? ചരിത്രത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും ലിറ്റർജിയെക്കുറിച്ചും ജനങ്ങൾ ബോധവാന്മാരായില്ലേ? അത് ചെറിയ കാര്യമല്ല. ഇത് ഈ മെത്രാന്മാരെല്ലാവരും കൂടി ചെയ്താലും ചെയ്യുന്നതിനേക്കാളും വളരെ അപ്പുറത്താണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഈ വക്കീൽ തന്നെ എന്നോട് ഇന്നലെ പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയണേ. ഇത് ഞാനെടുത്ത കഥാപാത്രമായതുകൊണ്ടാണ് ഇതൊരു ആത്മപ്രശംസയുടെ ഭാഗമുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇത് ആത്മപ്രശംസയാണോ? അല്ലല്ലോ. ഇതെൻ്റെ മാത്രം വിജയമാണോ? അല്ലല്ലോ. നമ്മുടെ എല്ലാവരുടെയും വിജയമല്ലേ? അതായത് സഭയുടെ കൂടെ നിൽക്കുന്ന, കർത്താവിനെ സ്നേഹിക്കുന്ന, പരിശുദ്ധ കുർബാനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും വിജയമല്ലേ ഇത്? അപ്പോൾ നമ്മളല്ല വീണു പോയിരിക്കുന്നവര് പരിശുദ്ധ കുർബാനയ്ക്കെതിരെ തെറ്റ് ചെയ്തവരും, തെറ്റ് ചെയ്തിട്ടും അവരെ ശിക്ഷിക്കാതെ എങ്ങനെയെങ്കിലുമൊക്കെ ചേർത്ത് പിടിക്കാൻ നടക്കുന്ന തിരുമേനിമാരുമാണ് തോറ്റ് തൊപ്പിയിട്ട് നിൽക്കുന്നത്, നമ്മളല്ല. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.